തിരുവനന്തപുരം കണ്ണാന്തുറ തീരത്തെ 100ഓളം കുടുംബങ്ങളുടെ ഉറക്കം നിലച്ചിട്ട ദിവസങ്ങളായി. കടലൊന്ന് ഉറഞ്ഞു തുള്ളിയാൽ കെട്ടിപ്പൊക്കിയതൊക്കെയും നിലം പതിക്കും. കടൽഭിത്തിയാണ് പരിഹാരമെങ്കിലും അതെന്നുണ്ടാക്കുമെന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല. എന്റെ പെൺകുട്ടികൾക്കൊന്നും ബാത്റൂമിൽ പോകേണ്ട സൗകര്യം പോലും ഇപ്പൊ ഈ നിലവിലില്ല. അതിന്റെ ടാങ്കൊക്കെ അങ്ങ് കടലിൽ കൊണ്ടുപോകും. കയറിക്കിടക്കാൻ കൂരയുണ്ട് ബേബിക്കും 2 പെൺമക്കൾക്കും. എന്നാൽ കടലൊന്ന് ആർത്തിരമ്പുമ്പോൾ നെഞ്ചു പിടയ്ക്കും. ഇത് ബേബിയുടെ മാത്രം ആദിയല്ല, കണ്ണാന്തുറ തീരത്തെ 100ഓളം കുടുംബങ്ങളുടേതുമാണ്. ബേബിയുടേതടക്കം 10ഓളം വീടുകൾ ഏതു നിമിഷവും കടൽ കവർന്നേക്കാം. ദിവസക്കൂലിക്കാരായ തീരദേശവാസികൾക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടാൽ ദുരിതാശ്വാസ ക്യാമ്പല്ലാതെ മറ്റൊരു മാർഗമില്ല. തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എവിടെ പോകണം? ഇന്നൊരു സെന്റ് സ്ഥലത്തിന് പോകുമ്പോൾ അവർ 10,000 രൂപ ചോദിക്കുന്നു. ഞങ്ങൾ എവിടെ പോകാം? അന്നേരം നന്ന് കഴിയുന്ന ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശേഷം ഇവിടെ ഇല്ല. ഇവിടം വിട്ട് ഞങ്ങൾക്ക് പോകാനുള്ള ആഗ്രഹവും ഇല്ല. ഞങ്ങളുടെ തൊഴിലാണിത്. ആണായാലും പെണ്ണായാലും ഞങ്ങളുടെ തൊഴിലിതാണ്. രാത്രി നല്ല പകല് കയറാൻ പേടിയാണ്. പിന്നെ രാത്രിയിൽ കിടക്കുന്നത് എങ്ങനെയാണ്? എത്രമാത്രം ഞങ്ങൾ ദയവോടുകൂടി പറഞ്ഞിട്ട് ഇതിനൊരു സാക്ഷ്യത ഉണ്ടാക്കുന്നില്ലല്ലേ ആരും തമ്പുരാനെ. ഇനി എന്ത് ചെയ്യാ? ഞങ്ങൾ എന്ത് ചെയ്യേ? പാവങ്ങൾക്ക് കരം തരാൻ ആരും ഇല്ല. ഇപ്പൊ ആരും കരം നീട്ടുന്നില്ല. കടൽഭിത്തി നിർമ്മിക്കാൻ പലതവണ ആവശ്യപ്പെട്ടു. പക്ഷേ മണൽച്ചാക്കുകൾ സ്ഥാപിക്കുന്നതല്ലാതെ മറ്റൊന്നും തീരത്ത് സംഭവിക്കുന്നില്ല. പല കുടുംബങ്ങളും സ്വന്തം ചെലവിലും മണൽച്ചാക്കുകൾ നിക്ഷേപിച്ചു. പ്രകൃതിക്ഷോഭം ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായ നടപടികളാണ് ജനങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്ക് 15 വർഷത്തോളം ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഒരു അടുക്കടിക്ക് നിങ്ങൾ സർക്കാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ കല്ലുകൾ തന്നെ റീഷഫിൾ ചെയ്തുകൊണ്ട് ഒരു വേലിക്കെട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ കുറേ വർഷത്തേക്കെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകാൻ സാധിക്കും. തലസ്ഥാനത്ത് ഭീമാപ്പള്ളി, വെട്ടുകാട്, ചെറിയതുറ, വലിയതുറ, ശംഖുമുഖം, വേളി, കൊച്ചുതോപ്പ്, പൊഴിക്കര പ്രദേശങ്ങളിലും കടൽക്ഷോഭം രൂക്ഷമാണ്. കൊച്ചുതോപ്പിലും വെട്ടുകാടും വീടുകൾ തകരുകയും ചെയ്തു. ജിയോ ബാഗുകൾ എന്ന താൽക്കാലിക പരിഹാരമല്ല, കടൽഭിത്തി എന്ന ശാശ്വത പരിഹാരമാണ് ഈ ജനതയുടെ ആവശ്യം. ക്യാമറമാൻ രതീഷ് കട്ടേലയോടൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.